ഹായ് ഹലോ ദിസ് ഇസ് സാലി ഹിയർ ആൻഡ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മുടെ തിക് ഹെയർ ചാലഞ്ചിൻ്റെ 9ാമത്തെ വീഡിയോ ആണെന്ന്. ഇതുവരെയുള്ള പാക്കും കാര്യങ്ങളും എല്ലാവരും ഇട്ട് കാണും, യൂസ്ഫുള്ളായി കാണും, എഫക്റ്റീവായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇന്നത്തെ ഹെയർ പാക്ക് മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് മുടി നന്നായിട്ട് ഡാമേജ്ഡ് ആയി പോയിട്ടുള്ള ഒരുപാട് ആൾക്കാർ കാണുമല്ലോ. മെയിൻലി മുടിയുടെ ഏറ്റവും വലിയ പ്രശ്നവും ഹെയർ ഡാമേജ് തന്നെയായിരിക്കും കൂടുതൽ പേർക്കും. മെയിനായിട്ടും കെമിക്കൽ ട്രീറ്റ്മെൻറ്റ്സ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടും പിന്നെ ഹെയർ കളറിങ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടും മുടിയുടെ ടെക്സ്ചർ കംപ്ലീറ്റ്ലി മാറി നന്നായിട്ട് ഡാമേജ്ഡ് ആയി പെട്ടെന്ന് പൊട്ടിപ്പോകുന്ന ടൈപ്പ് ഓഫ് ഹെയർ ആയിട്ട് മാറിയിട്ടുള്ള ആൾക്കാർ കാണുമല്ലോ. അവർക്ക് വേണ്ടിയുള്ള ഒരു ഹെയർ പാക്കാണിത്. കുറച്ച് മാസത്തിനുള്ളിൽ തന്നെ നല്ലൊരു ഇമ്പ്രൂവ്മെൻറ്റ് ഹെയർ ടെക്സ്ചറിൽ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഹെയർ നല്ല വോളിയം വയ്ക്കുകയും ചെയ്യും. പക്ഷെ നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഇട്ടുകൊണ്ട് തന്നെ ഇരിക്കണം, മടിയൊന്നും കാണിക്കരുത്. കാരണം കുറച്ച് മെനക്കേടാണ് ഇത് ഉണ്ടാക്കാനും ഒക്കെ. ഹെയർ ടെക്സ്ചറിൽ ഫാസ്റ്ററായിട്ട് റിസൾട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്ത മെത്തേഡെന്ന് വെച്ചാൽ നന്നായിട്ട് ഡാമേജ്ഡ് ആയിട്ടുള്ള കുറേ മുടിയൊക്കെ നന്നായിട്ട് നല്ലൊരു ലെങ്തിന് തന്നെ വെട്ടിക്കളഞ്ഞിട്ട് പിന്നെ ഹെയർ പാക്ക് ഇടുക എന്നുള്ള മെത്തേഡാണ് ഞാൻ ചെയ്തത്. അപ്പോൾ നമ്മൾ അത്രയും ഹെയർ പോയിട്ട് ബാക്കിയുള്ള ഹെയറിൽ നമ്മൾ ഡാമേജ് ഫ്രീ ആക്കി വെച്ചാൽ മതിയോ. ഇനിയിപ്പോൾ നിങ്ങളുടെ മുടി എത്ര ഡാമേജ്ഡ് ആണെങ്കിലും അതിൻ്റെ മണ്ടേ കൂടെ നമ്മൾ ഇതെന്നല്ല ഏത് ഹെയർ പാക്ക് ഇട്ട് കഴിഞ്ഞാലും നമ്മൾ മുടി ലെങ്ത് വയ്ക്കും. ആ ലെങ്ത് വയ്ക്കുമ്പോൾ ഫ്രഷ് ആയിട്ട് വരുന്ന മുടി ഉണ്ടല്ലോ, ഇവിടെ നിന്ന് ടിപ്പിന്ന് വരുന്ന ഫ്രഷ് ആയിട്ട് വരുന്ന മുടി, അതൊക്കെ ആയിരിക്കും ഡാമേജ് ഫ്രീ ആയിട്ടുള്ളത്. പിന്നെ നിങ്ങളുടെ ഓൾറെഡി ഡാമേജ് ഫ്രീ ആയിട്ടിരിക്കുന്ന ഏരിയയും ഒക്കെ നമുക്ക് പ്രൊട്ടക്ട് ചെയ്ത് വെക്കാൻ വേണ്ടി പറ്റത്തുള്ളൂ. നന്നായിട്ട് മുടി ലെങ്ത് വെച്ച് കഴിയുമ്പോഴത്തേനും ഈ ഡാമേജ്ഡ് ആയിട്ടുള്ള ഹെയർ താഴോട്ടേക്ക് ഇറങ്ങും. അപ്പോഴത്തേനും നമുക്ക് അത് തുമ്പ് വെച്ച് കട്ട് ചെയ്ത് കളയാവുന്നതാണ്. അതുവരെയും പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ ഡാമേജ്ഡ് ആയിട്ടുള്ള ഹെയർ ഉള്ളൊരു എക്സ്ട്രാ ഭയങ്കരമായിട്ട് മുടി കെയർ ചെയ്യേണ്ടി വരും. ഞാൻ നേരത്തെ ഒരു വീഡിയോ ഇട്ടുന്ന സമയത്ത് അതിനകത്ത് എനിക്ക് ഒരു കമൻറ്റ് ഉണ്ടായിരുന്നു, ഈ സ്പ്ലിറ്റൻസ് ഉണ്ടെങ്കിൽ മുടി ഇങ്ങനെ പിരിച്ച് വെച്ചിട്ട് കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി, കുറച്ച് സമയം എടുക്കും എന്നുള്ള കാര്യം. ശരിയാണ്, അങ്ങനെ ചെയ്താൽ മതി, പ്രശ്നമൊന്നുമില്ല. സ്പ്ലിറ്റൻസിന് അങ്ങനെ ചെയ്താൽ മതി. നമ്മളിപ്പോൾ പറയുന്നത് ഭയങ്കരമായിട്ട് ടെക്സ്ചറൊക്കെ ഡിഫറെൻ്റ് ആയിട്ടിരിക്കുന്ന ഭയങ്കര ഡാമേജ്ഡ് ആയിട്ടുള്ള ഹെയറിൻ്റെ കാര്യമാണ്. അത് കുറച്ച് ഭയങ്കര അധികം ബുദ്ധിമുട്ടാണ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട്. കാരണം എനിക്ക് നല്ലൊരു ലോങ് പീരീഡ് ഓഫ് ടൈമിൽ എനിക്ക് അങ്ങനത്തെ മുടി ആയിരുന്നുള്ളൂ. നിങ്ങൾ എൻ്റെ പഴയ ഫോട്ടോസൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും, എനിക്ക് അത്രയും മോശം ടെക്സ്ചറുള്ള മുടി ആയതുകൊണ്ട് മാനേജ് ചെയ്യാനും ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ അത് എനിക്ക് പെട്ടെന്ന് റിസൾട്ട്, ടെക്സ്ചറൊക്കെ എനിക്ക് പെട്ടെന്ന് മാറി കേട്ടോ മുടിയുടെ. അതിന് എനിക്ക് നന്നായിട്ട് ഹെൽപ്പ് ചെയ്തത് ഈ ഒരു മെത്തേഡാണ്, മുടി വെട്ടിക്കളഞ്ഞിട്ട് പിന്നെ നോക്കുക എന്നുള്ള മെത്തേഡ്. പിന്നെ നിങ്ങൾക്കത് ബുദ്ധിമുട്ടാണ്, ഓൾറെഡി കുറച്ച് മുടിയൊക്കെ ഉള്ളൂ, ലെങ്ത് ഒക്കെ കുറവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വെട്ടിക്കളയാൻ വേണ്ടിയിട്ട് നിൽക്കേണ്ട. ആദ്യം മുടി ലെങ്ത് വയ്ക്കട്ടെ, ലെങ്ത് വെച്ച് കഴിയുമ്പോഴത്തേനും ഡാമേജ്ഡ് ആയിട്ടുള്ള പോർഷൻ കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി. പക്ഷെ അതുവരേക്കും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ മുടി ലെങ്ത് വെച്ച് കഴിയുമ്പോൾ ഈ ഡാമേജ് മുകളിലോട്ട് കയറാനുള്ള ചാൻസ് ഉണ്ട്. അത് വളരെയധികം അങ്ങനെ മുകളിലോട്ട് കയറാതിരിക്കാനും പ്രോപ്പറായിട്ട് കെയർ ചെയ്യാനും കുറച്ച് അധികം മെനക്കേടാണ്. നോർമലി മുടിയുള്ള ആൾക്കാരെക്കാട്ടിലും ഈ പറഞ്ഞ കാര്യം കുറച്ച് അധികം മെനക്കേടാണ്. നന്നായിട്ട് ശ്രദ്ധിച്ചാൽ മാത്രമേ മുടി നന്നായിട്ട് ഇരിക്കത്തുള്ളൂ. അങ്ങനെയുള്ളവർ മുടി എപ്പോഴും കെട്ടി വെച്ചിട്ട് നടക്കണം. കൂടുതൽ ഡാമേജ് ഉണ്ടാക്കാനുള്ള ഇട വരുത്തരുത്. പിന്നെ പ്രോപ്പറായിട്ട് ട്രിം ചെയ്ത് കൊടുക്കണം. ആഴ്ചയിൽ ഒരിക്കൽ ഒരു പ്രോട്ടീൻ പോലത്തെ ഹെയർ മാസ്ക് കാര്യങ്ങൾ, ഹെയർ സ്പാ പോലത്തെ കാര്യങ്ങൾ ആഴ്ചയിൽ ഒരിക്കൽ തന്നെ ചെയ്തു കൊടുക്കണം. പിന്നെ ഹെയർ കളർ ഹീറ്റനിങ് അതിൻ്റെ ഒന്ന് സൈഡിലോട്ടേ പോകണ്ട. ഇത്രയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരുവിധം ഈ ഡാമേജ്ഡ് ആയിട്ടുള്ള ഹെയറിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ ഞാൻ ഈ പറയുന്ന ഹെയർ മാസ്കും കൂടെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നന്നായിട്ട് ഹെയറിൻ്റെ ടെക്സ്ചർ ഇമ്പ്രൂവ് ചെയ്യാനും പറ്റും. അത് മാത്രമല്ല ഓൾറെഡി ഡാമേജ്ഡ് ആയിട്ടുള്ള ഹെയർ ഒക്കെയാണ്, പെട്ടെന്ന് പെട്ടുപോകുന്ന ടൈപ്പ് ഓഫ് ഹെയർ ആണെങ്കിൽ അത് നന്നായിട്ട് ബലം വെക്കാനും സഹായിക്കും, നല്ല സ്ട്രെങ്തൻ ചെയ്യാനും സഹായിക്കും. ഞാൻ ഇതിന് മുന്നേ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, മുടിയുടെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് മുടിയൊന്ന് വലിക്കുമ്പോൾ ചെറുതായിട്ടൊന്ന് വലിഞ്ഞിട്ട് വേണം പൊട്ടാനായിട്ട്. അല്ലാത്ത മുടിയൊക്കെ നല്ലപോലെ ഡാമേജ്ഡ് ആയിട്ടുള്ള ഹെയർ ആണ്, ഒട്ടും ബലമില്ലാത്ത ഹെയർ ആണ്, അത് പെട്ടെന്ന് പൊട്ടിപ്പോണ ടൈപ്പ് ഓഫ് ഹെയർ ആണ്. അത് മാറ്റാൻ വേണ്ടിയിട്ട് ഈ ഒരു ഹെയർ പാക്ക് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. പക്ഷേ നമ്മൾ ആഴ്ചയിൽ ഒരിക്കൽ തന്നെ ഇട്ട് കൊടുക്കണം. ഭയങ്കര ഡാമേജ് ഉള്ള ആൾക്കാർ ആഴ്ചയിൽ ഒരിക്കൽ വീതം ഇത് ഇട്ട് കൊടുക്കണം. ഹെയർ ഡാമേജ് കാരണം വരുന്ന പ്രശ്നങ്ങൾ ഇതൊക്കെയാണ്. അതിന് നമ്മൾ ഈ ഒരു മാസ്ക് ആഴ്ചയിൽ ഒരിക്കൽ ചെയ്താലും പ്ലസ് നമ്മൾ ആഴ്ചയിൽ ചെയ്യുന്ന വേറെ ഹെയർ പാക്കിൽ തൈരും കോക്കനട്ട് മിൽക്കും അതൊക്കെ ആഡ് ചെയ്താലും നന്നായിട്ട് ഡിഫറൻസ് വരും ഹെയർ ടെക്സ്ചർ. എങ്കിലും നമ്മൾ പണ്ടത്തെ നമ്മുടെ കുഞ്ഞിലേക്കുള്ള നല്ല സ്ട്രൈറ്റ് ആൻഡ് ലുക്കുള്ള ഹെയർ ഉണ്ടല്ലോ, അതൊന്നും തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല. അതിനൊക്കെ നമ്മൾ സലൂണിൽ പോയി തന്നെ ചെയ്യണം. ഒരുപാട് ഓവർ പ്രതീക്ഷ തന്നു നിങ്ങളെന്നെ പറ്റിക്ക് എനിക്ക് യാതൊരു ഉദ്ദേശമില്ല. എനിക്ക് വന്നൊരു ഡിഫറൻസ് നിങ്ങൾ ഫോട്ടോസിൽ പലതിനും കണ്ടിട്ടുണ്ടല്ലോ, അത്രയൊക്കെ വലിയൊരു മേജർ ഡിഫറൻസും ഒക്കെ നമുക്ക് നന്നായിട്ട് കൊണ്ടുവരാൻ വേണ്ടി പറ്റും. അതിനുള്ള തെളിവാണല്ലോ ഞാൻ. പിന്നെയെന്ന് വെച്ചാൽ ഹെയർ നന്നായിട്ട് മാനേജ് ചെയ്യാൻ പറ്റും. അത് തന്നെ ഏറ്റവും വലിയൊരു കാര്യമാണല്ലോ. ഹെയർ ചകിരി കണക്ക് ഇരിക്കുന്നവരുടെ ഏറ്റവും വലിയ ബുദ്ധിമുട്ടേ ഈ മാനേജ് ചെയ്യാനുള്ള പ്രശ്നമാണ്. അതൊക്കെ നന്നായിട്ട് മാറിയിട്ട് നല്ല സൂപ്പർ ടെക്സ്ചറുള്ള മുടിയൊക്കെ കിട്ടും. അത്യാവശ്യം നല്ല ടെക്സ്ചറൊക്കെ ഇമ്പ്രൂവ് ആയി കിട്ടുകയും ചെയ്യും. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പിറ്റേന്ന് എന്തെങ്കിലും ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തലേന്ന് ഷാമ്പൂവിന് പകരം ഈ ഒരു ഹെയർ പാക്ക് യൂസ് ചെയ്യാന്നുള്ളതാണ്. കണ്ടീഷണർ യൂസ് ചെയ്യണമെന്ന് യാതൊരു നിർബന്ധമില്ല. കാരണം നല്ല സോഫ്റ്റ് ആക്കി വെക്കുന്ന ഒരു ഹെയർ പാക്ക് തന്നെയാണിത്. മുടിയിൽ തൊടുമ്പോഴേ നല്ല സോഫ്റ്റ്നെസ്സും കാര്യങ്ങളൊക്കെ കാണും. പിറ്റേന്ന് ഫംഗ്ഷൻ, ഭയങ്കര സ്പെഷ്യൽ ഫംഗ്ഷൻ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ
വേണമെങ്കിൽ കണ്ടീഷണർ ഇടാം. അല്ലാത്ത പക്ഷം വീട്ടിലൊക്കെ നിൽക്കുവാണ് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ കണ്ടീഷണറിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല. ഇത്രയും കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ ഞാൻ എന്തായാലും ഹെയർ പാക്ക് എന്താണെന്ന് കാണിച്ചു തരാം. മുടിയുടെ ബോണ്ട് റിപ്പയർ ചെയ്യുന്ന മെയിൻ ഇൻഗ്രീഡിയൻറ്റ് വെണ്ടയ്ക്കയാണ്. അത് നമ്മുടെ മുടിയുടെ ലെങ്ത് അനുസരിച്ച് ആവശ്യമുള്ളത് എടുക്കുക. എൻ്റെ മുടിക്ക് ഇത്രയും ആവശ്യമുണ്ട്, മുടിയുടെ ലെങ്തും വോളിയം അനുസരിച്ചിട്ട്. പിന്നെ മുടിയുടെ വോളിയം വെക്കാനുള്ള ഇൻഗ്രീഡിയൻ്റ് ആണ് അത് ഉലുവയും കരിഞ്ജീരകവും നന്നായിട്ട് തിളപ്പിച്ചാണ് വെച്ചിരിക്കുന്നത്. അത് കരിഞ്ജീരകവും കൂടെ ഉള്ളതുകൊണ്ടാണ് തിളപ്പിച്ച് വെക്കേണ്ടി വരുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് വെറുതെ കുതിർത്ത് വെച്ചാൽ മതി. കരിഞ്ജീരകം ഉണ്ടെങ്കിൽ നന്നായിട്ട് തിളപ്പിച്ച് തന്നെ വയ്ക്കണം. പിന്നെ നമ്മൾ വെണ്ടയ്ക്ക ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് നന്നായിട്ട് തിളപ്പിക്കുക. നന്നായിട്ട് തിളച്ച് കഴിയുമ്പോഴത്തേനും ഈ വെള്ളം എല്ലാം കൂടി ഒരുമാതിരി മെഴുമെഴ പോലെ ഇങ്ങനെ ആയി കിട്ടും. അപ്പോഴത്തേനും നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഏകദേശം നമ്മൾ മൊത്തം വെള്ളം വെച്ചതിൻ്റെ 1/4 ഭാഗം വെള്ളം വറ്റി വരുമ്പോഴത്തേനും വേണം നമ്മൾ ഓഫ് ചെയ്യാൻ വേണ്ടി. പിന്നെ നമ്മൾ നേരത്തെ തണുക്കാൻ വെച്ചിരുന്ന ഉലുവയും കരിഞ്ജീരകം കൂടെ നന്നായിട്ട് മിക്സിയിലിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. കുറച്ചുകൂടെ വെള്ളം പോലത്തെ പരുവത്തിന് അടിച്ചെടുത്തിട്ട് നന്നായിട്ട് ഫിൽറ്റർ ചെയ്തെടുക്കണം. ഫിൽറ്റർ ചെയ്തെടുക്കുന്ന സമയത്ത് നമുക്ക് ഇതുപോലൊരു ജെൽ പരുവത്തിന് കിട്ടും. പിന്നെ നമ്മൾ നേരത്തെ തിളപ്പിച്ച് വെച്ചിരുന്ന വെണ്ടയ്ക്ക, അതിൽ നിന്ന് വെണ്ടയ്ക്കൊക്കെ എടുത്ത് മാറ്റിയിട്ട് നമ്മൾ ആ ഒരു ജെല്ലുണ്ടല്ലോ അത് നമ്മൾ ഈ ഫിൽറ്റർ ചെയ്ത് വെച്ചിരിക്കുന്ന ഉലുവയിലോട്ട് അങ്ങ് ആഡ് ചെയ്ത് കൊടുക്കുക. ഇത് രണ്ടും കൂടെ നമ്മൾ മിക്സ് ചെയ്യുന്നത് ഇങ്ങനെ മിക്സ് ചെയ്താൽ ചേരത്തില്ല, നമ്മൾ മിക്സിയിലിട്ട് അടിച്ച് തന്നെ എടുക്കണം. അപ്പം നല്ല പതപത പോലെ വരും. ഈ വെണ്ടയ്ക്കയും ഉലുവയും എല്ലാം കൂടെ ഒരുമിച്ച് മിക്സിയിലിട്ട് അടിക്കാത്ത എന്താണെന്ന് വെച്ചാൽ ഫിൽറ്റർ ചെയ്യാൻ നേരത്ത് നല്ലപോലെ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ടാണ് സെപ്പറേറ്റ്ലി ഇങ്ങനെ ചെയ്തത്. അടിച്ചു കഴിയുമ്പോഴത്തേന് ഈ ഒരു പതഞ്ഞ ടെക്സ്ചറിൽ വരുമ്പോൾ നമുക്കത് മുടിയിലോട്ട് ഉപയോഗിക്കാം. മുടിയിൽ ഉപയോഗിക്കുന്ന സമയത്ത് മുടിയിൽ എണ്ണ തേക്കേണ്ട ആവശ്യമില്ല. ഞാൻ ഓൾറെഡി തലേന്ന് മുടിയിൽ നന്നായിട്ട് എണ്ണ തേച്ചിട്ട് തുമ്പറ്റം വരെ നല്ലപോലെ എണ്ണ തേച്ചിട്ടാണ് കുളിച്ചത്. പിറ്റേന്നാണ് ഈ ഹെയർ മാസ്ക് ഇടുന്നത്. ഹെയർ മാസ്ക് ഇടുന്നതിന് മുന്നേ ആയിട്ട് ചെറുതായിട്ട് ഒരു ഹെയർ മസാജ് കൊടുത്തിട്ട് വേണം എല്ലാ ഹെയർ മാസ്ക് ഇടാൻ വേണ്ടിയിട്ട്. മുടിയുടെ ഉടക്കൊക്കെ അറുത്തതിന് ശേഷം നമുക്ക് ഹെയർ മാസ്ക് ഇട്ട് തുടങ്ങാം. ഹെയർ മാസ്ക് ഈ ഒരു മെഴുമെഴാന്നുള്ള കൺസിസ്റ്റൻസിയിൽ തന്നെ ഇരിക്കണം, എന്നാലേ മുടിയുടെ ടെക്സ്ചറും ബോണ്ടും ഒക്കെ റിപ്പയർ ആയി വരത്തുള്ളൂ. ഹെയർ മാസ്ക് ഇടുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ ടോപ്പ് ടു ബോട്ടം ഒരേ അളവിന് നല്ലപോലെ ക്വാണ്ടിറ്റി എടുത്തിട്ട് വേണം തേക്കാൻ വേണ്ടിയിട്ട്. ആദ്യം തേക്കുന്ന സമയത്ത് ബോട്ടത്തിൽ നിന്ന് വേണം, തുമ്പിൽ നിന്ന് വേണം തേച്ച് തുടങ്ങാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നമ്മൾ തലയോട്ടിയിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക. തലയോട്ടിയിലാണെങ്കിൽ നമ്മൾ നല്ലൊരു അളവിന് തന്നെ തേച്ച് പിടിപ്പിക്കണം. പിന്നെ ഈ ഒരു പാക്ക് ഇങ്ങനത്തെ ഒരു കൺസിസ്റ്റൻസിയിൽ വരുന്നുണ്ട്. തലയോട്ടിയിൽ ഇത്തിരി തേക്കാൻ പാടാണ്, പക്ഷേ കോട്ടൺ ഒന്നും ഉപയോഗിച്ച് തേക്കണമെന്നുള്ള ആവശ്യമില്ല. കൈ കൊണ്ട് തന്നെ നമുക്ക് തേച്ച് കൊടുക്കാമെന്നുള്ളതേ ഉള്ളൂ. എന്തായാലും തേച്ച് കൊടുക്കുന്ന സമയത്ത് എപ്പോഴും ആലോചിക്കുക, നമ്മുടെ ടെക്സ്ചർ മാറ്റാനുള്ള ഹെയർ പാക്ക് ആയതുകൊണ്ട് ഇതുപോലെ സെക്ഷൻ എടുത്തിട്ട് തുമ്പിൽ നിന്ന് നല്ലപോലെ ജെല്ല് തേക്കുക. എന്നിട്ട് പതുക്കെ പതുക്കെ മുകളിലോട്ട് ജെല്ല് തേച്ച് കൊണ്ടുവരിക. പിന്നെ കുറച്ചുകൂടെ ജെല്ലെടുത്തിട്ട് തലയോട്ടിയിൽ തേക്കുക. ഇത് നല്ല തണുപ്പുള്ളൊരു മാസ്ക് ആണ്. അപ്പോൾ മഴ സമയത്തൊന്നും തേക്കാൻ വേണ്ടിയിട്ട് അത്ര പോരാ. ജലദോഷം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരാനൊരു ചാൻസ് ഉണ്ട്. കുറച്ചൊരു വെയിലൊക്കെ ഉള്ള സമയത്ത് തേച്ചാൽ നല്ലതായിരിക്കും. ഓൾറെഡി പാക്കൊക്കെ ഇടുമ്പോൾ നല്ല ജലദോഷവും കാര്യങ്ങളൊക്കെ ഉള്ള ആളുകളാണെങ്കിൽ കുറച്ച് നേരം മാത്രം തലയിൽ വെച്ചിട്ട് കഴുകിക്കളയാന്നുള്ളതാണ്. നമ്മൾ പിന്നെ തലയോട്ടിയിൽ ഇടുന്ന സമയത്ത് സർക്കുലർ മോഷനിൽ ചെറുതായിട്ടൊരു മസാജും കൂടെ കൊടുത്തിട്ട് വേണം ഇടാനായിട്ട്. മുഴുവൻ തേച്ച് പിടിപ്പിച്ചതിന് ശേഷം കുറച്ചുകൂടെ ഹെയർ പാക്കൊക്കെ ബാക്കി വരും. എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു. എന്തായാലും ഹെയർ പാക്ക് കംപ്ലീറ്റ്ലി ഇട്ടതിന് ശേഷം മുഴുവൻ മുടിയും കൂടെ എടുത്തിട്ട് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. ഞാൻ 2 സെക്ഷനായിട്ടാണല്ലോ ഹെയർ പാക്ക് എപ്പോഴും ഇടാറ്. അപ്പോൾ ഓരോ സെക്ഷനിൽ ഇട്ടതിന് ശേഷം ഓരോ സെക്ഷനിലും മുടിയിൽ അവസാനം ഇതുപോലെ മൊത്തത്തിൽ മുടിയെടുത്ത് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കും. അന്നേരം നമുക്ക് എല്ലായിടത്തും തലയോട്ടിയിൽ നമ്മുടെ ഹെയർ പാക്ക് എത്തിയെന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ട് പറ്റും. അത് ഹെയർ ഗ്രോത്ത് ഉണ്ടാവാൻ കുറച്ചുകൂടെ സഹായിക്കും. പിന്നെ ബാക്കി എന്ന ഹെയർ മാസ്ക് ഞാനാണെങ്കിൽ കുറച്ചുകൂടെ ഹെയർ ഗ്രോത്ത് വേണ്ട സ്ഥലത്തൊക്കെ ഒന്നും കൂടെ എക്സ്ട്രാ ഇട്ട് കൊടുക്കുകയാണ്. പ്ലസ് നമ്മുടെ മുടിയുടെ തുമ്പത്ത് നന്നായിട്ട് നല്ലപോലെ ഇട്ട് കൊടുക്കുകയാണ്. ഇത് നല്ല തണുപ്പുള്ളൊരു മാസ്ക് ആയതുകൊണ്ട് നമ്മൾ മുടിയിൽ ഒരുപാട് ഇങ്ങനെ തേച്ച് കഴിയുമ്പോൾ നല്ലപോലെ തണുക്കും. എനിക്കതൊരു പ്രശ്നമല്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും പ്രശ്നമുള്ള ആളുകളാണെങ്കിൽ ചെറിയൊരു ക്വാണ്ടിറ്റിയിൽ മാത്രം തേച്ചാൽ മതി. അപ്പോൾ തണുപ്പ് കുറച്ച് കുറവായിരിക്കും. മൊത്തം തേച്ച് പിടിപ്പിച്ചതിന് ശേഷം മുടി നന്നായിട്ട് കെട്ടി വെച്ചിട്ട് ഞാനൊരു 1 മണിക്കൂർ മുടിയിൽ വെച്ചിരിക്കാറുണ്ട്. നിങ്ങളെ കൊണ്ട് അത്രയൊന്നും പറ്റത്തില്ല എങ്കിൽ, പറ്റുന്ന ആൾക്കാരാണെങ്കിൽ 1/2 മണിക്കൂർ വെച്ച് വയ്ക്കുക. തീരെ പറ്റത്തില്ല എന്നുള്ള ആൾക്കാർ 10 മിനിറ്റ് വെച്ചിരിക്കുക. പിന്നെ ഏതെങ്കിലും ഹെയർ പാക്ക് ആദ്യമായിട്ട് ഇടുന്ന ആൾക്കാരാണെങ്കിൽ, നിങ്ങൾ ഹെയർ പാക്കൊക്കെ വളരെ ആദ്യമായിട്ടാണ് ഇടുന്നത്, ഒരു ശീലവും ഇല്ല എന്നുള്ള ആൾക്കാരാണെങ്കിൽ ആദ്യം 10 മിനിറ്റിൽ നിന്ന് തുടങ്ങാം. പിന്നെയൊക്കെ 1 മണിക്കൂറിലോട്ട് എത്തിയാൽ മതി. ഇല്ലെങ്കിൽ പെട്ടെന്ന് നീർത്താഴ്ച വരും. പിന്നെ എല്ലാ ഹെയർ മാസ്കിൻ്റെയും ബാക്കി വരുന്ന ചെറിയ വെള്ളം പോലത്തെ സംഭവം ഉണ്ടല്ലോ, അത് പിരികത്തും കൺപീലിയിലൊക്കെ ഇട്ട് കൊടുക്കാറുണ്ട്. അത് പിരികത്തിൻ്റെ കൊഴിച്ചിലൊക്കെ മാറാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ബെല്ലൈക്കനൊക്കെ അമർത്തി വെച്ചേക്കുക. എന്നാലേ ഞാൻ വീഡിയോ ഇടുമ്പോൾ അപ്പോൾ നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട് പറ്റത്തുള്ളൂ. പിന്നെ വീഡിയോ ഒക്കെ യൂസ്ഫുൾ ആവണമെങ്കിൽ ഉറപ്പായിട്ട് കമൻറ്റ് ചെയ്യണം. എന്തെങ്കിലുമൊക്കെ വ്യത്യാസം വരുന്നുണ്ടെങ്കിലും, നിങ്ങൾക്ക് ഏതെങ്കിലും ഹെയർ പാക്ക് ഇട്ടിട്ട് നന്നായിട്ട് യൂസ്ഫുൾ ആയി, എന്തെങ്കിലും നിങ്ങൾക്ക് പേഴ്സണലി എന്തെങ്കിലും മാറ്റങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അതും കമൻറ്റ് ചെയ്യുക. ബാക്കിയുള്ളവർക്കും കൂടെ യൂസ്ഫുൾ ആവട്ടെ. എല്ലാവർക്കും എല്ലാ ഹെയർ പാക്കും ഒരുപോലെ അല്ല ഫലിക്കുന്നത്. ഇപ്പോൾ എനിക്ക് മോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ളതായിരിക്കില്ല നിങ്ങൾക്ക് മോസ്റ്റ് എഫക്റ്റീവ്. നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും പാക്ക് ആയിരിക്കും. പക്ഷെ എന്തായാലും ഇത്രയും പാക്ക് ഇടുന്നതിൽ ഏതെങ്കിലും ഒരെണ്ണമെങ്കിലും നിങ്ങളുടെ ഹെയറിന് നന്നായിട്ട് സ്യൂട്ടാവുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും അത് ഏതാണെന്ന് കമൻറ്റ് ചെയ്യുക. നല്ല വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നതായിരിക്കും. ബൈ.